ഹായ് കൂട്ടുകാരെ, പണ്ട് ഒരു കാട്ടിൽ നടന്ന കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മഴവിൽ കാട്ടിലാണ് റിസോ എന്നു പേരായ മുയൽക്കുട്ടൻ താമസിച്ചിരുന്നത്. പേരുപോലെ വളരെ മനോഹരമായ കാടായിരുന്നു മഴവിൽ കാട്. വലിയ മരങ്ങളും പുഴകളും ചെറിയ അരുവികളും പല നിറങ്ങളിലുള്ള പൂക്കളും വള്ളികളും എല്ലാം ആ കാടിനെ മനോഹരമാക്കി. റിസോ ആണ് നമ്മുടെ കഥയിലെ നായകൻ. അവൻ ഒരു സുന്ദരൻ മുയലാണ്. നനുനനുത്ത വെള്ള രോമങ്ങളുള്ള അവനെ ഇഷ്ടപ്പെടാത്തവരായി ആ കാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി നുണ പറയുന്ന ഒരു സ്വഭാവം അവനുണ്ട്. ഒരു ദിവസം അവൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ മാൻകുട്ടനെ കണ്ടത്. ഇന്ന് ഇവനെ പറ്റിക്കാം. ഇങ്ങനെ വിചാരിച്ച് റിസോ ഓടിക്കിതച്ച് മാൻകുട്ടന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, മാൻകുട്ട, എന്നെ ഒന്ന് രക്ഷിക്കുക. എന്റെ പുറകെ ഒരു വലിയ പാമ്പ് വരുന്നുണ്ട്. കയ്യിൽ കിട്ടിയാൽ അവൻ എന്നെ ഒറ്റയടിക്ക് വയറ്റിലാക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇത് കേട്ട മാനും പേടിച്ചു പോയി. അവൻ പറഞ്ഞു, അയ്യോ റിസോ, നീ ഒരു കാര്യം ചെയ്യ. ഈ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നു. നമ്മൾ രണ്ടാളുകൾ വിചാരിച്ചാലൊന്നും പാമ്പിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോയി നമ്മുടെ കരടിയെയും മൂങ്ങയെയും വിളിച്ചുകൊണ്ട് വരാം, കേട്ടോ? ഇത്രയും പറഞ്ഞ് മാൻ അവിടെ നിന്നും ഓടിപ്പോയി. വളരെ കഷ്ടപ്പെട്ട് കരടിയെയും മൂങ്ങയെയും വിളിച്ചുകൊണ്ട് വന്നു. ഇത് കണ്ടതും മുയൽക്കുട്ടൻ ചിരിയോടെ പറഞ്ഞു, അയ്യയ്യേ, ഞാൻ എല്ലാവരെയും പറ്റിച്ചേ. ഇവിടെ പാമ്പുമില്ല, ഒരു ചേമ്പുമില്ല. ഞാൻ നിങ്ങളെ പറ്റിക്കാൻ ചുമ്മാ പറഞ്ഞതാ. ഇതു കേട്ട എല്ലാവർക്കും ദേഷ്യം വന്നു. കരടി ദേഷ്യത്തോടെ പറഞ്ഞു, ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത് അത്ര നല്ലതല്ല റിസോ. ഇങ്ങനെ ചെയ്താൽ നീ പറയുന്നതൊന്നും പിന്നെ ഞങ്ങൾ ആരും വിശ്വസിക്കാതെയാകും. എന്നാൽ റിസോ ഉണ്ടോ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു. അവൻ എല്ലാവരെയും നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. ഇതിനിടയിൽ പല നുണകളും പറഞ്ഞ് റിസോ തന്റെ കൂട്ടുകാരെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. ഒരു തവണ തേനീച്ച കുത്താൻ വരുന്നുവെന്ന് പറഞ്ഞ്, ഒരു തവണ കുഴിയിൽ വീണെന്ന് പറഞ്ഞ്, അങ്ങനെ പല നുണകളും അവൻ തന്റെ കൂട്ടുകാരെ പറ്റിക്കാൻ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം റിസോ പുഴവക്കിൽ വെള്ളം കുടിക്കാനായി പോയി. അപ്പോഴാണ് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും അവനൊരു മുരൾച്ച കേട്ടത്. പതുക്കെ അവൻ അവിടേക്ക് നോക്കി. തിളങ്ങുന്ന 2 കണ്ണുകളാണ് അവൻ ആദ്യം കണ്ടത്. അമ്പരന്ന് നിന്ന അവന്റെ മുൻപിലേക്ക് പെട്ടെന്നാണ് കുരച്ചുകൊണ്ട് ഒരു നായ ചാടി വീണത്. ഒരു നിമിഷം റിസോ സ്തംഭിച്ചു പോയി. എന്നിട്ട് മുഴുവൻ ശക്തിയും എടുത്ത് ഓടാൻ തുടങ്ങി. വഴിയിൽ കണ്ട മൂങ്ങയോട് അവൻ പറഞ്ഞു, മൂങ്ങച്ചേട്ടാ, എന്റെ പുറകെ ഒരു വലിയ നായ വരുന്നുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക് പ്ലീസ്. ഓ പിന്നെ, ഈ ആഴ്ച 5ാമത്തെ തവണയാണ് നീ കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുന്നത്. ഒന്ന് പോ മോനെ, ചുമ്മാ പറ്റിക്കാതെ. ഇത്രയും പറഞ്ഞ് മൂങ്ങ പറന്നുപോയി. റിസോ കരടിയുടെ അരികിൽ പോയി സഹായം ചോദിച്ചു. കരടി പറഞ്ഞു, അയ്യയ്യോ, ഇത് പിന്നെ വന്നേക്കുവാ മനുഷ്യനെ പറ്റിക്കാൻ. എനിക്കിവിടെ ഇഷ്ടം പോലെ പണിയുണ്ട് റിസോ. അതിനിടയിലാ, ഒന്ന് പോയി ഇവിടുന്ന്. റിസോ വീണ്ടും ഓടാൻ തുടങ്ങി. അവൻ ഓടി ഓടി ക്ഷീണിച്ചു പോയി. നായയുടെ കുര അടുത്തെത്തി തുടങ്ങി. നായ തന്നെ കടിച്ചു പറിച്ചു തിന്നുക തന്നെ ചെയ്യും, റിസോ വിചാരിച്ചു. തിരിഞ്ഞു നോക്കി അവൻ ഞെട്ടിപ്പോയി. അതാ നായ തന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. നായ അവന്റെ മുകളിലേക്ക് ചാടി വീഴാൻ ആഞ്ഞതും കരടിയുടെ ഗർജനം കേട്ടു. നായ ഞെട്ടിപ്പോയി. അപ്പോൾ അതാ മൂങ്ങ എവിടെ നിന്നോ പറന്നു വന്ന് നായയുടെ 4 പാടും കുത്താൻ തുടങ്ങി. മാനും ശബ്ദം കേട്ട് അവിടെ എത്തി. അവിടെ കിടന്ന കല്ലുകളെടുത്ത് മാൻ നായയെ എറിയാൻ തുടങ്ങി. മറ്റു മാർഗങ്ങളില്ലാതെ നായ അവിടെ നിന്നും ഓടിപ്പോയി. നിറകണ്ണുകളോടെ നിന്ന റിസോയെ നോക്കി കരടി പറഞ്ഞു,
നീ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു നായയുടെ കുര ഞങ്ങൾ കേട്ടത്. അതുകൊണ്ട് ഒന്ന് നോക്കാമെന്ന് കരുതി. നിന്നോട് പലതവണ പറഞ്ഞതല്ലേ തമാശയ്ക്ക് പോലും ആളുകളോട് കള്ളം പറയരുതെന്ന്. ഇപ്പോൾ ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്തായേനെ കഥ? റിസു, വിശ്വാസം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. ഒരു തവണ കണ്ണാടി പൊട്ടിയാൽ അത് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നീ കള്ളം പറയരുത് കേട്ടോ. റിസോയ്ക്ക് തന്റെ തെറ്റുകളൊക്കെ മനസ്സിലായി. ഇനി കള്ളം പറഞ്ഞ് ആരെയും പറ്റിക്കില്ലെന്ന് അവൻ കൂട്ടുകാർക്ക് വാക്കും കൊടുത്തു. കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.